ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം ഇന്ന് നമ്മൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സോ അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ട വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കോലാലംപൂരിൽ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക ജെൻഡിങ് ഹൈലൻഡിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മലേഷ്യയിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു റെൻ്റ് കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ഥലത്ത് എത്താൻ പറ്റി. കാരണം ഈ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഒരു വയനാട് അല്ലെങ്കിൽ മൂന്നാർ അതുപോലത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. നമുക്ക് എൻജോയ് ചെയ്ത് കാറിൽ AC ഒന്നും ഇടണ്ട. എന്താ പറയുക, നമുക്ക് നല്ല പ്രകൃതിയിൽ നിന്നുള്ള നല്ല കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര നാട്ടിലൊരു സ്ഥലത്ത് ടൂറ് പോയൊരു അതേ ഫീലാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പോൾ നമുക്ക് എന്താണ് ഈ ജെൻഡിങ് ഹൈലൻഡ് എന്ന് പറയുന്നത് അറിയണ്ടേ? അതായത് നമ്മൾ ഈ മലേഷ്യയിൽ നിന്ന് കോലാലംപൂരിൽ നിന്ന് ഇത്രയും അകലെ വന്നിട്ട് നമ്മൾ ഈ ജെൻഡിങ് ഹൈലൻഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ കാർ വഴി നമ്മൾ ആ ഒരു ഏരിയ അങ്ങോട്ടേക്ക് കാണാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു മോളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ ഈ മോളിലേക്ക് പോയിട്ട് ഇവിടെയുള്ള 3rd ഫ്ലോറിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കേബിൾ കാർ കണക്ഷൻ കിട്ടുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ ഒരു കേബിൾ കാറിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. 3 തരം ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. 4 തരം ടിക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 തരം എന്ന് ഉദ്ദേശിക്കുന്നത് ABCD പിന്നെ VIP ടിക്കറ്റ്സും ഉണ്ട് കേട്ടോ. ഈ ABCDക്ക് ഡിഫറെൻറ്റ് റേറ്റ് ആണ് അവർ പറയുന്നത്. നമ്മൾ A തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം Aയിൽ കുറച്ചൊരു ചാർജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമുക്കധികം ക്യൂ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈ കേബിൾ കാറിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ VIP എടുത്തു കഴിഞ്ഞാൽ VIP ഉണ്ട്, VVIP ഉണ്ട്. VVIPൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിൾ കാറിൻ്റെ അടിഭാഗത്തും ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു വ്യൂ താഴേക്കും കൂടി കാണാൻ പറ്റും. അതാണ് VVIP. സോ നമ്മളിത് കയറാൻ പോവുകയാണ്. നമ്മൾ തന്നെയായിരുന്നു ടിക്കറ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് നമ്മൾ മെട്രോ സ്റ്റേഷനൊക്കെ പോലെ ജസ്റ്റ് അവിടെ പഞ്ച് ചെയ്യുമ്പം അതിൻ്റെ ഇത് ഡോർ ഓപ്പൺ ആവും. ദെൻ നമുക്ക് ഈ കേബിൾ കാറിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളെ കൂടെയുള്ള എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് വേണം കയറാൻ. കാരണം ഈ കേബിൾ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതല്ല, അതിങ്ങനെ മെല്ലനെ പൊക്കോണ്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കയറണം. സോ അത് നമ്മളെല്ലാവരും ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലോട്ട് എത്തിയതിന് ശേഷമാണ് കയറുന്നത്. അപ്പം നമ്മളെ കൂടെ മേ ബി വേറെ ഫാമിലീസും അല്ലെങ്കിൽ വേറെ കപ്പിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മളെല്ലാവരും കൂടി ഇത് കയറാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കേബിൾ കാറിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ ഓരോരാളായിട്ട് പെട്ടെന്ന് കയറുകയാണ്. കാരണം അതിങ്ങനെ ആടിക്കളിക്കുകയാണ്. അപ്പോൾ പേടിയുണ്ടാവും കയറുമ്പം. എന്നിട്ട് ആ ഒരു വലിയ മലയാണ്. നമ്മളിങ്ങനെ ചുരം പോലെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു മോളിലേക്ക് എത്തുന്നത്. ഇതൊരു ഹോട്ടലും കൂടിയാട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു ഹോട്ടലും കൂടിയാണ്. അതിൻ്റെ അവിടെ പിന്നെ അതിൻ്റെ ആ ഒരു മോളിൻ്റെ 3rd ഫ്ലോറിൽ നിന്നാണ് നമ്മളിതിലേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പേടി ഉണ്ടെങ്കിലും അതിൽ കയറി ഇരിക്കുമ്പോൾ നമ്മൾ സെറ്റാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത്രയും മേലെയുള്ള ആ മലേൻ്റെ ഒക്കെ മേലെ കൂടിയാണ് നമ്മൾ ഈ കേബിൾ കാർ പോകുന്നത്. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ആയിരുന്നു വ്യൂ. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി നല്ല പ്രകൃതിൻ്റെ ഒരു നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മേലേക്ക് ഇങ്ങനെ ചുരം കയറി മേലേക്ക് പോകുമ്പം ക്ലൈമറ്റ് എൻറ്റയർലി ചേഞ്ച് ആവും. കാരണം മലേഷ്യയിൽ നമ്മളെ കേരളത്തിലൊക്കെ പോലുള്ള അതേ ക്ലൈമറ്റാണ്. പക്ഷെ ഈ ഒരു അത്ഭുതം തന്നെ പറയാം. മേലേക്ക് ഇങ്ങനെ പോകുമ്പം ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ചായി വരിക. ആദ്യം കുറച്ച് തണുപ്പ് വരും, പിന്നെ കുറച്ച് മഞ്ഞ് വരും. ഏറ്റവും മേലെത്തുമ്പോൾ നല്ല അതികഠിനമായിട്ടുള്ള മഴയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു കേബിൾ കാറിൽ പോകുമ്പോൾ നല്ല മഞ്ഞാണ് കാണുന്നത്. കണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഭയങ്കര കണ്ണിനൊരു എന്താ പറയുക നല്ല രസം. ഇത് വൺസെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇതിൽ കൂടെ പോകുമ്പോൾ കേട്ടോ.
സോ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിത് ഈ ജെന്നിങ് ഹൈലൻഡിലെ മേലെ കൂടെ ഈ കേബിൾ കാറിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടെമ്പിൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിയത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആയിട്ടുണ്ട്, സന്ധ്യാനേരം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് റൗണ്ട് അടിച്ച് വന്ന് എവിടെയാണോ ഇറങ്ങിയത് അങ്ങോട്ട് കയറിയത് അവിടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ടെമ്പിൾ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ചിൻ സ്യൂ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് അവരെ ആ ഒരു അവരെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസൊക്കെ നമുക്ക് ഇടാൻ പറ്റും, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അത് കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ പോയത്. പക്ഷെ നമ്മളവിടെ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയത് കാരണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിതാ ജെന്നിങ് ഹൈലൻഡ്സ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. കുഞ്ഞുപെണ്ണ് ഇതൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കുഞ്ഞുപെണ്ണ് ഹോ എന്നൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാണ്. നല്ല നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെന്ന്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത പോലത്തെ നമുക്ക് അത്രയും നല്ല സ്ഥലം കണ്ട് ആ സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല നമ്മളെ വയനാടോ മൂന്നാറോ ഇടുക്കിയോ അതൊക്കെ പോലെയില്ലേ, നല്ല മലനിരകളും പച്ചപ്പും ഒരു മിനി കേരളം തന്നെ പറയാം സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ ഓരോ ബിൽഡിങ്സൊക്കെ കാണുമ്പോഴേ അങ്ങനെ വലിയ പോഷ് ബിൽഡിങ്സ് ഒന്നുമില്ല. എനിക്കൊന്നും മറ്റേ KL ടവറിൻ്റെ ആ ഒരു ഏരിയ ആണ് കുറച്ചും കൂടി പോഷായിട്ടുള്ള ഏരിയ. ബാക്കി എല്ലാ ഏരിയയും നോർമൽ നമ്മളെ നാടൊക്കെ പോലെയാണ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഈ മോളിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറേ ബ്രാൻഡഡ് ഷോപ്പുണ്ട്. പിന്നെ ഇവരുടേതായ ചോക്ലേറ്റ്സ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ദുരിയാൻ്റെ അതിൻ്റെ കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തോ പിസ്സയോ സംതിങ് എന്തോ വാങ്ങി. കാരണം ആ നേരമായപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് വന്നതാണല്ലോ. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 7:30 ഒക്കെ ആയി. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി ജസ്റ്റ് ആ ഏരിയ ഒക്കെ ഒന്ന് നടന്ന് കണ്ട്. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ മോള്. എനിക്കൊന്ന് ബാട്ടു കേവ്സിൽ ഞാൻ ഭയങ്കര ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലത്തെ ഒരു തിരക്കായിരുന്നു ഈ ഒരു മോളിലും. അല്ലാത്ത ഒരു സ്ഥലത്തും മലേഷ്യയിൽ വലിയൊരു ഒരു ആൾക്കാരൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇതേ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അതിൻ്റെ മേലെ നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ്. കണ്ടത് നല്ല മഞ്ഞാണ്. നമ്മൾ മലേഷ്യയിലുള്ള ക്ലൈമറ്റിന്, അത് ഈ കോലാലംപറിലെ ക്ലൈമറ്റും ഈ ഒരു ക്ലൈമറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങുമ്പോൾ നല്ല പൊരിഞ്ഞ മഴ പറഞ്ഞാൽ മഴേൻ്റെ പൂരം. അതുകൊണ്ട് റോഡിൽ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുമ്പോൾ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഈ മഴ കാരണം മെല്ലനെ നമ്മളിത് പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഇതാണ് ജെന്നിങ് ഹൈലൻഡിലെ ഒരു വിശേഷം എന്ന് പറയുന്നത്. നമ്മൾ മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ജെന്നിങ് ഹൈലൻഡ് എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യാണ്ട് നമുക്ക് മലേഷ്യയിൽ നിന്ന് പോകാൻ പറ്റില്ല. ആരും ഇതെന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. മലേഷ്യയിലെ ഇതും ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. എനിക്ക് ഫീൽ ചെയ്ത് വെച്ചാൽ നമ്മളെ കേരളത്തിലൊക്കെ ഇങ്ങനത്തെ ആക്കാനുള്ളതൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഏക്കറോളം സ്ഥലങ്ങളും ഭംഗിയായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്തെന്നറിയില്ല ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്. ഇവിടെ ഇവർ ഈ ഒരു സ്ഥലത്ത് ഇത്രയും ടൂറിസ്റ്റുകളെ എന്താ പറയുക, ഇങ്ങനെ കുന്നുകൂടുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾ. അവരൊരു വരുമാന മാർഗ്ഗമാണ്. നമ്മളെ ആൾക്കാരും എന്താ അറിയില്ല, ചിന്തിക്കുന്നില്ല. എനിവേസ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നല്ല ലേറ്റായി റൂമിലേക്ക് എത്തിയപ്പം. പിന്നെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ റൂമിൽ വന്നൊന്ന് ഫ്രഷായിട്ട് വീണ്ടും ഒന്നും കൂടി പുറത്തിറങ്ങുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ 4 ദിവസം നമ്മളിവിടെ ഉള്ളൂ. അപ്പോൾ വെറുതെ റൂമിലിരുന്ന് നമുക്ക് സമയം കളയാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രി കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ജസ്റ്റ് അവിടെയുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ എന്താ പറയുക, അവിടെ നല്ല തിരക്കായിരുന്നു. ഈ സ്ട്രീറ്റിലാണ് തോന്നുന്നത് എനിക്ക് ഈ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒക്കെ ഇത്രയും തിരക്ക് കണ്ടത് ഈ ഒരു സ്ട്രീറ്റിലായിരിക്കും. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് അവരുടെ ഒരു ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല തിരക്കാണ്. പിന്നെ അത്ര നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഏരിയ. കുറച്ചൊരു ഇതായിട്ടുള്ള ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നടന്നു. പിന്നെ കാർ എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഇവിടെ. ഈ ഒരു ഏരിയയിൽ വരുന്നവർക്ക് അറിയാണ്ടാവും
എവിടെയും കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഏട്ടൻ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ഫുഡിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ പോയി. പിന്നെ നമ്മൾ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷവർമ്മ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, നമ്മളെ ചിരട്ടയില്ലേ, ചിരട്ടയിലാണ് അവർ ആ ഇളനീറിൻ്റെ ഐസ്ക്രീം തരുന്നത്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഇവരുടെ ഇങ്ങനത്തെ ഈ അധികം വേവിക്കാത്ത സംഭവങ്ങളൊന്നും അധികം ട്രൈ ചെയ്തിട്ടില്ല. ന്യൂഡിൽസൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കപ്പ് ന്യൂഡിൽസ് വാങ്ങിയിട്ട് റൂമിൽ നിന്ന് മറ്റേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഇല്ലേ, അത് ആക്കിയിട്ടുണ്ടായി. അല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ തായ്ലാൻഡിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തേന്നറിയില്ല, ഈ ഒരു ഏരിയ അത്ര വലിയ നീറ്റായിട്ടും വലിയൊരു സുഖമായിട്ട് തോന്നാത്തതുകൊണ്ട് വലുതായിട്ട് അങ്ങ് ട്രൈ ചെയ്തിട്ടില്ല. ഏട്ടൻ ജസ്റ്റ് പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. നല്ല യമ്മി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷവർമ്മ ട്രൈ ചെയ്തു, അതും നല്ല യമ്മി ആയിരുന്നു. പിന്നെ അതിന് ശേഷം വിശപ്പൊന്നും അടങ്ങാത്ത കാരണം കുറേ അലഞ്ഞു കേട്ടോ. ഫുഡ് ഒരു ഹോട്ടൽ നോക്കിയിട്ട് അലഞ്ഞു. ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണെല്ലാം നല്ല ഉറക്കമായിരുന്നു. പക്ഷേ എവിടെയും നല്ല ലേറ്റ് നൈറ്റായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു 1:30-2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. പക്ഷേ എവിടെ നിന്ന് കിട്ടാതെ ലാസ്റ്റ് ഒരു മെഗ്ഡി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ചെന്ന് നമ്മളെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. അറ്റ് ലാസ്റ്റ് ഇവിടെ പോയി നമ്മളെ തുണക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ പോയി കഴിച്ചു. പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാട്ടോ. ഈ മെക്ഡൊണാൾഡ്സൊക്കെ ഭയങ്കര ചീപ്പാണ് മലേഷ്യയിൽ. അപ്പം അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് വയറെല്ലാം നിറച്ച് നമ്മളിത് റൂമിലേക്ക് പോവാണ്. അപ്പം ഡേ 2 മലേഷ്യൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഡേ 3 വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.